പുറപ്പാട് പുസ്തകം 34 അധ്യായം 6 തിരുവെഴുത്തിൽ യഹോവ മോശയോട് തന്നെക്കുറിച്ച് തന്നെ ഘോഷിച്ച് ഇപ്രകാരം പറയുന്നു. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. യഹോവയുടെ സ്വഭാവശ്രേഷ്ഠത നേരിട്ടറിഞ്ഞ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ശേഷം ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. മോശയുടെ യാചന ചെവിക്കൊണ്ട യഹോവ ജനത്തിനു വേണ്ടി മോശയുമായി ഒരു ഉടമ്പടി ചെയ്യുകയും യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അന്യദൈവാരാധനയും കോപവും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയായ സീനായിലേക്ക് കയറുവാനാണ്. കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ള കർത്താവിൻ്റെ സ്വഭാവശ്രേഷ്ഠത മോശയെപ്പോലെ നേരിട്ട് അനുഭവിച്ചറിയുവാനാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയോ കുമ്പിട്ട് ആരാധിക്കുകയോ ചെയ്യുവാനാണ്. ശേഷം അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുവാനാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മോശ യഹോവയോടുകൂടി ആയിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും ഉപവാസത്തിലായിരുന്നത് പോലെ നാമും 40 ദിവസം ദൈവത്തോടുകൂടി ആയിരുന്ന് നോമ്പ് അനുഷ്ഠിക്കുക. അപ്പോൾ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ യഹോവ വീണ്ടും പലകയിൽ എഴുതി കൊടുത്തതുപോലെ അവിടുത്തെ നിയമങ്ങളെ നമ്മുടെ ഹൃദയമാകുന്ന പലകമേൽ എഴുതപ്പെടും. യഹോവ മോശയോട് അരുളിച്ചത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ നാമും അവിടുത്തെ സന്നിധിയിലേക്ക് സീനായിലേക്ക് കയറിയാൽ നമ്മുടെ മുഖത്തിൻ്റെ ത്വക്കും പ്രകാശിക്കും. കർത്താവേ, നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാനുള്ള കൃപ തരണമേ. യഹോവയുടെ നിയമങ്ങളെ ഞങ്ങളുടെ ഹൃദയമാകുന്ന പലകമേൽ എഴുതണമേ. ഞങ്ങളുടെ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടണമേ. അവിടുത്തെ സ്വരം കേൾക്കുവാൻ കൃപ തരണമേ. ദീർഘക്ഷമയുള്ളവനായ ദൈവമേ, ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ. ദൈവനാമം മഹത്വപ്പെടണമേ. ആമീൻ.